അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കുർബാനയും എല്ലാം അടങ്ങുന്ന ഓഡിയോ മാത്രമുള്ള ഒരു CD, ഓഡിയോ കേൾക്കാൻ മാത്രം, കാണാനും കേൾക്കാനുമല്ല, കേൾക്കാൻ മാത്രം. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ കൂടുന്ന ധ്യാനത്തിൻ്റെ അന്ന് തന്നെ അതിൻ്റെ CD കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ജ്ഞാനമാണ് അതിൻ്റെ ശില്പി, ജ്ഞാനം. ഓക്കെ, നമ്മൾ അതുകൊണ്ട് നിങ്ങളത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണം. എല്ലാവർക്കും ഒരു കോപ്പി തന്നെ വെച്ചുണ്ടാക്കാനേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കണ്ടേ. പക്ഷെ അതിൻ്റെ മുൻപുള്ള ധ്യാനം, കഴിഞ്ഞ ധ്യാനം പാലായിൽ നടത്തിയ ധ്യാനത്തിൻ്റെ CD ഒരുപക്ഷെ നാളെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് കൂടുതൽ കോപ്പി വേണമെങ്കിൽ വാങ്ങി നിങ്ങൾ മറ്റുള്ളവർക്കൊരു സമ്മാനമായിട്ട് കൊടുക്കുക. ഇത് നമ്മൾ എന്തോരം സമ്മാനങ്ങളാണ് കൊടുക്കണേ. ചിലർ വലിയ വലിയ കുപ്പി കൊടുക്കണം, വലിയ വലിയ പെട്ടി കൊടുക്കണം. ഇതും ഒരു സമ്മാനമായിട്ടൊക്കെ ഒന്ന് കൊടുത്ത് നോക്ക്. ജീവിതത്തിൽ വളരെയധികം പണ്ട് നമ്മുടെ ധ്യാനങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ കാസറ്റുകളാണ് ഒരുപാട് പേരെ അനുഗ്രഹമായത്. ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എനിക്ക് ഒരു പെട്ടി കാസറ്റ് വേണം. ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ. ഇതെന്തിനാണെന്നറിയാമോ? എൻ്റെ ഒരു ചെറിയ കുടിലാണ് വീട്, പക്ഷെ അതിന് ചുറ്റും ഒരുപാട് വേറെ കുടിലുകളുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഒരു ടേപ്പ് റെക്കോർഡർ സെറ്റ് മേടിക്കും, വലിയ സ്പീക്കറുള്ള. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇത് വെച്ചിട്ട് അങ്ങ് ആ പ്രദേശം മുഴുവൻ ആളുകളെ ഇത് കേൾപ്പിക്കും. ഓ, എന്തോരെ സന്തോഷമായില്ലേ. അവന് കഞ്ഞി കുടിക്കാൻ കാശില്ല, പക്ഷെ അവൻ പറയാണ് ഇത് ഞാൻ കേൾപ്പിക്കും, ഇത് ഞാൻ കേൾപ്പിക്കും. അതാണ് എനിക്ക് ഈ പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് പാടുന്ന, അതൊന്ന് പാടാമോ? ധന്യൻ ചൊൽ കേട്ടേനി ദേവം, ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭതൻ ശാപം. ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷത്തിനെതിരായിട്ട് ഞാൻ തന്നെയോ വീണ്ടും വന്ന് പറയുകയാണെങ്കിലോ ഇനി ഒരു വാനദൂതൻ വന്ന് പറയുകയാണെങ്കിലും നിങ്ങളത് വിശ്വസിക്കരുത്. അത്രയ്ക്ക് രഹസ്യങ്ങൾ നിറഞ്ഞതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ. ആ ലേഖന ഭാഗത്തിലാണ് ഈ ദൈവരാജ്യത്തിൻ്റെയും ദൈവനീതിയുടെയും എല്ലാം വിസ്മയനീയമായ കാര്യങ്ങൾ പൗലോസ്ലീഹയ്ക്ക് കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. അതാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രധാനമായ ഭാഗം. എന്നാൽ പത്രോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം അത് പഠിക്കണം. അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് പൗലോസിൻ്റെ ലേഖനം വായിക്കാൻ ഭയങ്കര ഒരു ആവേശം ഉണ്ടാകും, ഇല്ലേ? ആവേശം ഉണ്ടാകും. അങ്ങനെ നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ കുറച്ചുകൂടി മുന്നേറണം. ഓക്കെ, ഞാൻ ആമുഖമായിട്ടിത് പറഞ്ഞു, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ വരുന്നൊരാശയം, ഞാൻ ഇനി ആ ദൈവരാജ്യത്തിൻ്റെയും ദൈവനീതിയുടെയും അടുത്ത പടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ കേട്ട ദൈവനീതിയും ദൈവകരുണയും എല്ലാം കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തതിന് ശേഷം കുമ്പസാരിക്കുകയും അതിനുശേഷം കുർബാന അർപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒന്നോ രണ്ടോ പേര് വന്ന് അതൊന്ന് പറഞ്ഞ് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താൻ തോന്നുക. അതുമാത്രം ഇന്നത്തെ കുമ്പസാരത്തിൽ
നിങ്ങൾക്കുണ്ടായ അനുഭവവും കുർബാനയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവവും ഇന്ന് കേട്ട ദൈവനീതിയുടെ പ്രബോധനവുമായിട്ട് ബന്ധപ്പെടുത്തി ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ വരുവിൻ. യെസ്, പ്ലീസ് കം.